ടാറ്റ കമ്പനിയിൽ ഈ നൂറോളം കമ്പനികൾ ലിസ്റ്റ് ചെയ്ത് തന്നെ ധാരാളം കമ്പനികളുണ്ട്, അല്ലാത്ത കമ്പനികളുണ്ട്. ലിസ്റ്റ് ചെയ്ത കമ്പനികളിലൊന്നും ടാറ്റയ്ക്ക് 20, 25, 30% ഷെയറുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം പൊതുജനങ്ങൾക്കുള്ള ഷെയറുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പൊതുജനങ്ങളാണ് ടാറ്റ കമ്പനിയുടെ ശരിക്കുള്ള അവകാശികൾ. ടാറ്റയ്ക്ക് കിട്ടുന്നതിൽ നിന്ന് ലഭിക്കുന്ന ടാറ്റ ഏറ്റവും ചെറിയ കാറായ ടാറ്റയുടെ ഏറ്റവും ചെറിയ കാർ ഓടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. രത്തൻ തമ്മിൽ ടാറ്റയ്ക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല. പരസ്യത്തിന് വേണ്ടിയല്ല, അല്ലാതെ തന്നെ അദ്ദേഹം വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോ ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസം, ബിസിനസ്സിൽ ലാഭം മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയിൽ എപ്പോഴും ലാഭം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു യാഗം പോലെയാണ്, ഒരു കർമ്മം നമ്മൾ ചെയ്യുകയാണ്. ചിലപ്പോൾ അതിനകത്ത് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല. ബിസിനസ്സുകാരൻ ഒരിക്കലും 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമേ അയാൾ 8 രൂപയ്ക്ക് വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ അയാൾ ബിസിനസ് ചെയ്യത്തില്ല. അതാണ് ബിസിനസ്. ഇൻഡസ്ട്രി അങ്ങനെയല്ല. ഇൻഡസ്ട്രി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ടാറ്റ ഇത്രയും കാലം വർക്ക് ചെയ്തത്. അപ്പോ അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഇടയ്ക്ക് ഒരുപാട് വിവാദത്തിൽ പെട്ടു. അപ്പോഴാണ് നമ്മൾ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്നത്. മിക്കവാറും എല്ലാ കമ്പനികളിലും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 85% കൂടുതൽ ഓഹരി പോലും അവര് കീപ്പ് ചെയ്യുന്നുണ്ട്, മറ്റു പല പേരുകൾ. ടാറ്റയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, അവരുടെ സാമ്രാജ്യം ആരെങ്കിലും കൊണ്ടുപോകുന്നില്ല. കാര്യം ആ ജനങ്ങൾക്കുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു വസ്തുത, നമ്മൾ ടാറ്റയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ 60% പല ട്രസ്റ്റുകൾക്കായിട്ട് രാജ്യത്തിന്റെ തന്നെ വികസന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ടുകൾ തിരിച്ചുവിടുക. കേരള ഗവൺമെന്റിൽ കിട്ടുന്ന പൈസയുടെ 90% ശമ്പളത്തിന് ഭരണത്തിന് ഉപയോഗിക്കുമ്പോൾ ടാറ്റയ്ക്ക് കിട്ടുന്നതിന്റെ 60% പ്രോഫിറ്റ് അവര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു ചെലവഴിക്കുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ടാറ്റ കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ പോലും അത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ടാറ്റ കമ്പനി വളർന്നാലും അത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യവും, നമ്മുടെ മലയാളത്തിലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ആക്രാന്തവും ഇല്ലാത്ത ഒരു ഫാമിലി, ഒരു കൾച്ചറും ഒരു ട്രഡീഷനുമായിരുന്നു ടാറ്റ. അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ടാറ്റ എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി, നമസ്കാരം.